ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പായിട്ട് ഹെയർ റൂൾ ചെയ്യാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഡീപ്പ് ഹെയർ റൂൾ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം നല്ലതാണ്, സ്കാൽപ്പിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കുമ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുന്നേയായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതുകൊണ്ട് നിന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ, അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ ഇതാണ് കേട്ടോ, കാച്ചി എണ്ണയാണ്. അപ്പോൾ ഞാനിത് കുറേ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഒരു ചെറിയ ബോട്ടിലേക്ക് പകർത്തിയിട്ടാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് എണ്ണ എടുക്കുക, എന്നിട്ട് നമ്മുടെ കൈവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് ഫ്രണ്ട് വശവും ഇതുപോലെ തന്നെ സ്കാൽപ്പിലേക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് സർക്കുലർ മോഷനിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് സർക്കുലേഷൻ കൂടും, അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാമോ അത്രത്തോളം നമ്മുടെ ഹെയർ ഗ്രോത്തിനും സ്കാൽപ്പിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നതോട് ചിലപ്പോൾ നമുക്ക് ചെറിയത് കാണാം, മറ്റുള്ളവർ നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ മസാജൊക്കെ നല്ലതായിട്ട് നമുക്ക് തോന്നും. സാരമില്ല, അപ്പോൾ നമ്മൾ സ്വയം ചെയ്യുക. അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കും മുടി ഇതുപോലെ ആക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ബാക്ക് സൈഡിലേക്കും ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ സ്കാൽപ്പിൽ മൊത്തത്തിലൊന്ന് നമ്മൾ മുകൾ ഭാഗവും താഴത്തെ ഭാഗവും എല്ലാം നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഓയിൽ രണ്ട് കൈയിലും തൂത്തതിന് ശേഷം നമുക്കിതുപോലെ സ്ട്രാൻഡ്സിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിടകളിലും സ്കാൽപ്പിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓയിൽ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അപ്പുറത്തെ സൈഡിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. ഓയിൽ എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം താഴത്തെ സ്കാൽപ്പിൻ്റെ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന ഓയിൽ നമ്മുടെ മുടിയിഴകളിലും ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലും ഓയിലായിട്ടുണ്ട്, നമ്മുടെ മുടിയിഴകളിലും ഓയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ ബാക്ക് സൈഡും എല്ലാം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഓയിൽ എണ്ണ ബാക്ക് സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ആ ഒരു നമ്മൾ പാർട്ടീഷൻ എടുത്തല്ലോ, ആ പാർട്ടീഷൻ എടുത്ത ആ ഒരു ഭാഗത്തായിട്ട് പുറത്ത് കൂടെ ഞാനൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിപ്പം നല്ല രീതിയിൽ ഹെഡ് ഏക്കും ഉണ്ട്, നല്ലതെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലുണ്ട്. എനിക്കൊന്ന് സ്കാൽപ്പ് നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ തണുക്കാനായിട്ടും ഇതുപോലെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം കുറച്ചുകൂടെ എണ്ണ എടുത്തിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് നമ്മുടെ മുടിയിഴകളിലേക്കൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്ന രീതിയിൽ ടിപ്പിലും എല്ലാം നല്ല രീതിയിലൊന്ന് ഓയിലിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഓയിലിംഗ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡീപ്പ് ഹെയർ റൂവിനിങ് ആണല്ലോ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓയിലിംഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരുപാട് എണ്ണ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ കൂടുതൽ നമ്മൾ തലയിൽ വെച്ചിരുന്നാൽ ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നീരിളക്കം ഉണ്ടാകും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെയിൻ നമുക്ക് വരും. അപ്പോൾ അങ്ങനെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മാക്സിമം വെച്ചിരുന്നാൽ മതി. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന്
ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഓയിലിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി രണ്ടും കൂടെ ഒരുമിച്ച് എടുത്തതിന് ശേഷം ടിപ്പിൽ നല്ല രീതിയിൽ ഓയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ടിപ്പിൽ നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓയിലിംഗ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, സ്കാൽപ്പിന് നല്ലതാണെന്ന് പറഞ്ഞാൽ സ്കാൽപ്പിന് നല്ലതെന്ന് പറയാൻ കാരണം നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിതുപോലെ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ബാക്ക് സൈഡ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് നല്ല രീതിയിൽ ഓയിലിംഗ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫ്രണ്ട് സൈഡിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടി ഇഴകളിലുമൊക്കെ ഒന്ന് ഓയിലിംഗ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷമാണല്ലോ ഇതിന് ശേഷം നമ്മൾ ഷാമ്പു ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ ഫ്രിസി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഓയിലിംഗ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മുടിയുടെ ടിപ്പിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും സ്ട്രാൻഡ്സിലും അതുപോലെ ടിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും എല്ലാം നല്ല രീതിയിൽ ഓയിലിംഗ് ആവാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള മസാജിങ് എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടാവാനും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് മസാജിങ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ മസാജിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മൾ ഓയിലിംഗ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇനി ഞാൻ ബാക്ക് സൈഡിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് മസാജിങ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്രത്തോളം മസാജിങ് ചെയ്യുന്ന അത്രയധികം നല്ലതാണ്. അപ്പം ഞാൻ വീണ്ടും നല്ല രീതിയിലൊന്ന് മസാജിങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമ്മൾ ഷാമ്പൂ ചെയ്യുന്ന ആൾക്കാരാണ്. ഷാമ്പൂ ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമ്മൾ എന്താണെങ്കിലും ഓയിലിംഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ സാധാരണ രീതിയിൽ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഷാമ്പൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. അപ്പം മസാജിങ് നമ്മൾ ഒഴിവാക്കരുത്. ഓയിൽ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, മസാജിങ്ങും കൂടെ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മസാജിങ്ങും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഹെയർ ഓയിലിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിലൊരിക്കൽ നമുക്കിത് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഒക്കെ ഒന്നും ഇല്ലാത്തവർ, അപ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുള്ളവർക്ക് പുതിയ ഹെയർ വളരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. പുതിയ ഹെയർസ് ആ ഒരു റൂട്ടിൽ നിന്ന് വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഹെയർ ഓയിലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം എല്ലാവർക്കും ഇതുപോലെ ഹെയർ ഓയിലിംഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എല്ലാ ഭാഗത്തും ഓയിലിംഗ് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും സ്ട്രാൻഡ്സിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഓയിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഓയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഷാമ്പൂ ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.